എല്ലാവർക്കും കോപ്രായത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബർ കൂടുതലും പരീക്ഷിച്ച് വിജയിച്ച് ഏറ്റവും ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരു സാധനമാണ് ഡാൽഗൺ കോഫി. അപ്പോൾ എല്ലാവരും പരീക്ഷ കൊണ്ട് തന്നെ നമുക്കത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എല്ലാവരും നല്ലതായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ടിട്ട് ഞങ്ങളും ഒന്ന് പരീക്ഷിക്കുകയാണ്. അപ്പം വീഡിയോയിലേക്ക് പോകും. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഡാൽഗൺ കോഫി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ബ്രൂ ഒരെണ്ണം വേണം, അതിൻ്റെ ഇൻസ്റ്റൻ്റ് ആണ് എടുത്തേക്കുന്നത് ഞങ്ങൾ. പിന്നെ പഞ്ചസാര വേണം, പിന്നെ ചൂടുവെള്ളം, പിന്നെ പാത്രം ഒരു സ്പൂണ്. അപ്പം നമ്മൾ ആദ്യമേ ഉണ്ടാക്കാൻ പോവാണ്. 2 ടേബിൾ സ്പൂൺ എന്നാണ് പറയുന്നത്. ഇത് ഇച്ചിരി വലിയ സ്പൂൺ ആയതുകൊണ്ട് ബ്രൂവിൻ്റെ വരാൻ ചാൻസ് ഉണ്ട്. അതിന് നമുക്ക് നിറച്ചങ്ങ് ഇട്ടേക്കാം. ഈ ബ്രൂവിൻ്റെ ഇത് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അതോടൊപ്പം പഞ്ചസാരയും കൂടെ വേണം, ഇല്ലെങ്കിൽ കുളമാകും. അപ്പം ആദ്യത്തെ നമ്മൾ കുറച്ചായിട്ട് ഇട്ടുള്ളൂ. അതിന് അപ്പം നമ്മളതിട്ടു. ഇനി പഞ്ചസാര വേണം. അതിന് ശേഷം 2 ടീസ്പൂൺ നമ്മൾ പഞ്ചസാര എടുക്കുക. കൂടുതലാണ്, പൊടിക്കനുസരിച്ചുള്ള എടുക്കണം നമ്മൾ, എന്നാലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇത് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നല്ല തിളപ്പിച്ച വെള്ളമാണ്. 2 ടീസ്പൂൺ ഒഴിക്കുക. ഇത് ബീറ്റർ ഉള്ളവരുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് 5 മിനിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് സെറ്റാകുന്നതാണ്. ബീറ്റർ ഇല്ലാത്തവർ ഇങ്ങനെ സ്പൂണോ ഇല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും വെച്ച് ബീറ്റ് ചെയ്യാം നന്നായിട്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് ബീറ്റ് ചെയ്താലേ നമുക്ക് ആ ഡാൽഗൺ കോഫി കാണുന്ന രീതിയിലൊന്നും ആയി കിട്ടത്തുള്ളൂ. അപ്പം ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചസാര എല്ലാം നനഞ്ഞ് നമ്മുടെ ഏകദേശം കളറൊന്നും ആയി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരണം. ഏകദേശം എല്ലാം സെറ്റായി വരുന്നു. ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാം. നമ്മൾ ബീറ്റർ ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. പഞ്ചസാര പൊടിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും താമസം വരുന്നത്. ഏകദേശം ഒരു 20 ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പഞ്ചസാരയുടെയാണ് തരി പോലെ കിടക്കുന്നത്. ബാക്കിയെല്ലാം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഗ്ലാസ്സിനകത്തോടെ കുറച്ച് പാൽ ഒഴിച്ച് വെച്ചേക്കണം. അപ്പം പാലിത്ര എടുക്കും. പാലിത്രയും വേണ്ട കൈസ്, ഇത് ഇത്രയും മതി പാല്. ബാക്കി നമുക്ക് ഡാൽഗോണായിട്ട് വന്നതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റംസ്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് നോക്കാം. ഇതുപോലെ ഇങ്ങനെ അങ്ങനെ വീഴാൻ മടിയായിട്ട് നിൽക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പറയുന്നത്, കണക്ക് പറയുന്നത്. നമുക്ക് കാണാം ഗ്ലാസിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ അത് പൊടിയും പോകുന്നതാണ്. ചാൻസൊന്നും ചേർത്ത് കൊടുക്കാനാണ്. അതുപോലെ നമ്മളെടുത്ത് വെച്ച മറ്റേ വൈകിട്ടൊക്കെ നമുക്ക്
വീഴാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കും. വേറെ സ്പൂണുണ്ട്. ഇത് വീഴണ ഇച്ചിരി പണിയാണ്. ഇതിന് പാലിച്ചിരി കൂടി പോയി കുഴിച്ചത് നമ്മൾ. അപ്പം നമ്മളിതൊന്ന് ഇളക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക. അതാണ് നമ്മുടെ ഡാൽഗൺ കോഫി. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.